Krishna Leela, Joy Alucas, world's favorite jeweler. രഹസ്യമായിട്ട് ആൾക്കാർ പറയുന്ന ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ഇതെങ്ങനെയാണ് രഹസ്യം? ഇങ്ങനെ അവരെ ഇടയിൽ കയറി ഇരിക്കുമോ? എങ്ങനെ അറിയുന്നു? അല്ല, ഞാൻ ചോദിക്കാൻ പോവാ. അങ്ങനെയല്ലേ രഹസ്യമായിട്ടുള്ള ചോദ്യങ്ങൾ എങ്ങനെ കിട്ടി? ഹാഷിറിന് വേണ്ടിയിട്ടാണ് വാഴ 2 എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തതെന്ന്. ഇനി എന്ത് പിണ്ണാക്ക് പറയും എന്നുള്ള ഒരു മാനസികാവസ്ഥയുണ്ടോ? ചോദിക്കുന്ന ചോദ്യം പോലെ ഇരിക്കും. നിങ്ങളിൽ വാഴയാര്? ഇപ്പോഴും ചേച്ചി ഉത്തരം എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു ഉത്തരം ഉദ്ദേശിക്കുന്നുണ്ട്, ഞങ്ങൾ ഉത്തരം പറയുമ്പോൾ ചേച്ചി അല്ല, ഞാനൊരു ഉത്തരം പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ഒരു തരത്തിൽ അങ്ങോട്ട് എത്തുന്നില്ല. ഒളിച്ചിരുന്ന് പാടുന്നേ നന്നായി വളരെ റാൻഡം ആയിട്ട് ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രപ്പോസ് ചെയ്യുക? ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അടിപൊളി പാട്ടങ്ങ് പാടും. ഫസ്റ്റ് ആ പാട്ട് പാടി കഴിയുമ്പോഴേക്ക് പുള്ളിക്കാര് പ്രിപ്പയർഡ് ആകും. അല്ല, ശരിക്കും ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ പാട്ട് പാടും. ഞാൻ ആലോചിച്ച ആ പെൺകൊച്ചിന്റെ ഒരു തിരിച്ചുള്ള റെസ്പോൺസ് എങ്ങനെയായിരിക്കും എന്നാണ്. അപ്പൊ ആ കൊച്ച് എണീറ്റ് ദേവരാജ് സ്ട്രെയിറ്റ് തന്നെ നോക്കണമെന്ന് പറയും. എന്നിട്ട് തിരിഞ്ഞ് ഒരു പേടലിക്കൊക്കെ റെഡി അടിച്ചിട്ട് ഓടും. പെൺകുട്ടികളാണ് കൂടുതലും മെസ്സേജ് അയക്കുന്നത്, മറ്റേ ഹാഷിറിന് വേണ്ടി രക്തം കൊടുക്കാൻ പോലും തയ്യാറാവുന്നതാണ്. ഈ വാഴ 2 എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും സ്വപ്നത്തിലെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു? ഒരിക്കലും ഇല്ല. വാഴ 2 എന്ന് പറയുന്നത് നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ എങ്ങനെയും ഏതെങ്കിലും ഒക്കെ വഴി വരും. പക്ഷെ 4 പേര് ഒരുമിച്ച് അത് ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ല. ഒരു ഗാനം മാത്രമിൻ, ഒരു ഗാനം മാത്രമിൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ ഷോ. വാഴ 2 വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നു മലയാളികൾക്കെല്ലാം സുപരിചിതരായ അലൻ, ഹാഷിർ, അജിൻ, ദേവരാജ് ആൻഡ് വിനായക്. വെൽക്കം ടു ദ ഷോ. സ്വാഭാവികമായും കേട്ടിരിക്കാവുന്ന ഒരു ക്ലീഷ ചോദ്യത്തിൽ നിന്ന് ഞാൻ തുടങ്ങട്ടെ. ഇത്രയും ദിവസമൊക്കെ വാഴ 2-ന് വേണ്ടിയിട്ട് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചു. ദേവരാജും മറ്റൊരു ഗ്യാങ്ങിലുള്ള ആളാണെങ്കിലും ഈ ഗ്യാങ്ങിൽ വന്ന ഒരുമിച്ച് പ്രവർത്തിച്ചതിൽ നിന്നും ആ വാഴ ആര് എന്നുള്ള ആ ചോദ്യത്തിൽ നിന്ന് തുടങ്ങട്ടെ. നിങ്ങളിൽ വാഴയാര്? എനിക്കറിയാം അത് ഫ്രഷ് ചോദ്യമാണ്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളിൽ നിന്ന് ഞാനൊരു ഫ്രഷ് ഉത്തരം പക്ഷെ പ്രതീക്ഷിക്കുന്നുണ്ട്. ദേവരാജ് ഇതുവരെ പറയാത്ത. അതെ, പറഞ്ഞു ദേവരാജ്. എക്സ്ക്ലൂസീവ് ആണ് കേട്ടോ. പൊതുവെ ഓഡിയൻസ് തീരുമാനിക്കട്ടെ. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ, വാഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉപകാരപ്രദമായ ഒരു മരമല്ലേ? അല്ലേ? പറഞ്ഞു തരുന്നു ഇതും അല്ല, പടത്തിലെല്ലാരും നല്ല അടിപൊളി വാഴകളാണ്. ആണല്ലേ? അങ്ങനെ അടിപൊളി കൊലച്ച വാഴ. അതെന്താ അങ്ങനെ? നല്ല വാഴ അടിപൊളിയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഞാൻ കേട്ട ഒരു റൂമർ പറയട്ടെ, അതും ഭയങ്കര ഫ്രഷ് ആയിരിക്കും, പക്ഷെ എന്നാലും എനിക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഹാഷിറിന് വേണ്ടിയിട്ടാണ് വാഴ 2 എന്ന് പറയുന്ന ഒരു സിനിമ എടുത്തതെന്ന്. അല്ല, അത് അങ്ങനെയാണെന്ന് അറിയാൻ വയ്യ. എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടായിരിക്കും. അത് പുതിയ ഡയറക്ടർ വന്നു, ക്യാമറാമാൻ, അങ്ങനെ എല്ലാവരും പുതിയതല്ലേ, അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയാണ് ഈ പടം ഉണ്ടായത്. പക്ഷെ ഭാഗമാവാൻ കഴിയും. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കേൾക്കുന്ന ഈ റൂമറിന്റെ അടിസ്ഥാനം എന്താണ്? അത് ഫസ്റ്റ് ഇട്ട ആളാണ് അടിസ്ഥാനം. അതിനാണ് റൂമർ എന്ന് പറയുന്നത്. അങ്ങനെ അതുപോലെ തന്നെ ഞാൻ കേട്ട മറ്റൊരു കാര്യമാണ്, ഹാഷിറിനാണ് ഭയങ്കര ഗേൾ ഫാൻസ് ഉള്ളതെന്ന്. അതായത് കൂടുതൽ എക്സ്പ്രസീവായിട്ട് നിൽക്കുന്ന, അല്ലാതെ നമുക്ക് എല്ലാ ആൾക്കാരും ഉണ്ട്. അതായത് പയ്യന്മാരായാലും അല്ലാത്ത ആൾക്കാർ എല്ലാരും ഉണ്ട്, പിള്ളേരും. എന്നെ പെൺപിള്ളേരിൽ മാത്രമാക്കണ്ട, അങ്ങനെയാണോ? അവര് മാത്രമല്ല, നമ്മുടെ വീഡിയോ കൂടുതലും ആ ഒരു കാറ്റഗറി മാത്രമല്ലല്ലോ, നമ്മൾ എല്ലാവർക്കും കൂടെ. അതെ, പക്ഷെ പെൺകുട്ടികളാണ് കൂടുതലും മെസ്സേജ് അയക്കുന്നത്, മറ്റേ ഹാഷിറിന് വേണ്ടി രക്തം കൊടുക്കാൻ പോലും തയ്യാറാവുന്നതെന്ന്. അങ്ങനെയുണ്ടോ? ഇല്ലല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അഭിപ്രായം പറയാനുണ്ടോ? ഒന്നുമില്ലേ, ഫുൾ ടൈം നിങ്ങളുടെ കൂടെ നടക്കുന്നതല്ലേ? വിനായകൻ എന്താ പറയാനുള്ളത്? അങ്ങനെ ഒരു കിംവദന്തി സത്യമാണോ? ആയിരിക്കാം അല്ലേ? നിങ്ങളൊക്കെ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ഏരിയയിലേക്ക് വന്നത് എന്തെങ്കിലും സിനിമയിൽ ഒരു അവസരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണോ? ദേവരാജ് പറഞ്ഞോ? അതെ. ആണോ?
അപ്പൊ അങ്ങനെ ഒരു ഭയങ്കര ശുഭാപ്തി വിശ്വാസത്തോടു കൂടി ഇറങ്ങിയതാണോ? എന്തായിരുന്നു ആ ആദ്യത്തെ വീഡിയോ ക്ലിക്ക് ആയപ്പോൾ മനസ്സിലൂടെ പോയത്? നമ്മളിത് എക്സ്പെക്ട് ചെയ്ത് തന്നെ വന്നത്. ആദ്യത്തെ വീഡിയോ കിട്ടിയപ്പോ ഓക്കെ കുറച്ചുകൂടെ അടുത്തെത്തി ആ സർക്കിളിൽ എന്ന് തോന്നി. അതിന് മുന്നേക്കെ നമ്മൾ ചെയ്യുമ്പോൾ സിനിമാ സർക്കിൾ വേറെ എവിടെയാണ്, നമ്മൾ അതിന് പുറത്ത് എവിടെയോ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു തോന്നലായിരുന്നു. പക്ഷെ അതിന് മുൻപ് ദേവരാജ് പല സിനിമകളിൽ അഭിനയിച്ചിട്ടില്ലേ? അതൊക്കെ യുറേക്ക തുടങ്ങി കുറെ കഴിഞ്ഞാ. ഓ അത് ശരി. ആദ്യത്തെ അഭിനയിക്കുന്നത് ഞാൻ മുന്നേ ചെയ്ത സിനിമ ഹൃദയപൂർവ്വത്തിൽ ചെറിയ റോള് ചെയ്തിരുന്നു. അതിലും മുന്നേ വാഴ തുടങ്ങിയതാണ്. ഓ അത് ശരി. ഇവിടുന്ന് കുറച്ച് ദിവസം ഷൂട്ട് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയത്. അപ്പൊ കണ്ടിന്യൂറ്റി പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല? ഉണ്ട്. അതുകൊണ്ട് എനിക്ക് അവിടെ കുറച്ച് ക്ലോസപ്പ് ഷോട്ടുകൾ മിസ്സായി പോയി. ആണോ? അങ്ങനെ നിങ്ങളോട് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഉത്തരം പറയാനുള്ള ഒരു അവസരം നൽകട്ടെ. റാൻഡം ആയിട്ട് ഒരു പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രപ്പോസ് ചെയ്യുക? ഇപ്പഴേ റെഡി ആവുന്നു അവിടെ. ആ പറയൂ. ആരെങ്കിലും ഏറ്റവും അല്ല, ഞാൻ അങ്ങനെയൊന്നും വിളിച്ചില്ല. പെട്ടെന്ന് കണ്ട് പറയാം. അത് സംഭവം എന്താ അറിയോ, അത് പെട്ടെന്ന് പറഞ്ഞാലേ വരൂ. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അതിപ്പോ കുട്ടി ആരാണെന്നുള്ളത് പിന്നെ നമ്മൾ എവിടെ നിൽക്കുന്നത് നമ്മള് അതൊക്കെ തന്നു. ബ്രോ വിചാരിച്ച സാഹചര്യം കൊണ്ട് ഇരുത്തി ചെയ്തോ. അതിന് അളി ആഗ്രഹിച്ച എല്ലാ ഫ്രണ്ട് എത്തി. ഇഷ്ടം തുറന്ന് പറ. എനിക്കിഷ്ടമുള്ള ഒരു അടിപൊളി പാട്ടങ്ങ് പാടും. ഫസ്റ്റ് പാട്ട് പാടി കഴിയുമ്പോഴേക്ക് പുള്ളിക്കാര് പ്രിപ്പയർഡ് ആകും. മനസ്സിൽ വന്ന ആ പാട്ട് ഏതാന്ന് പറയൂ. അത് തന്നെ, ആ പാട്ട് ഏതായിരിക്കും ആ കാണുമ്പോ പാടാൻ? ഒരു പുഷ്പം മാത്രമേ. ഞാൻ ആലോചിച്ച ആ പെങ്കൊച്ചിന്റെ ഒരു തിരിച്ചുള്ള റെസ്പോൺസ് എങ്ങനെയായിരിക്കും? എണീറ്റ് ദേവരാജ് സ്ട്രേറ്റ് തന്നെ നോക്കണമെന്ന് പറയും. തിരിഞ്ഞ ഒരു പേടലിക്കൊക്കെ റെഡി ആയിട്ട് പോകും. നിങ്ങളെല്ലാം വളരെ ക്രിയേറ്റീവ്. നിങ്ങൾക്കൊക്കെ എവിടെ നിന്നാ ഇത്രയും ക്രിയേറ്റിവിറ്റി വരുന്നത് ആക്ച്വലി? കാരണം എന്തോ ഒരു കണ്ടന്റാ നിങ്ങളുടേതായിട്ട് യൂട്യൂബിലുള്ളത്. ഇത്രയും ക്രിയേറ്റിവിറ്റിയുടെ മെയിൻ മാസ്റ്റർ ബ്രെയിൻ ആരാണ്? ഞങ്ങൾ 3 പേര് ചേർന്നാണ് തുടങ്ങിയത്. നമ്മൾ 3 പേരോട് ഇരുന്ന് ആലോചിക്കും. അത് ചിലപ്പോൾ ഓരോ കോണ്ടന്റ് ഓരോരുത്തർക്ക് വരുന്നുണ്ടാവുക. എപ്പോഴും ഒരാളൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ അപ്പൊ കാണുന്ന ഒരാളെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ നാളെ കോണ്ടന്റ് ചെയ്യുന്നത്. ചേച്ചിയെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ. എന്റെ പൊന്നേ, അല്ല അങ്ങനെ ഇവിടെ സംഭാഷണങ്ങളൊക്കെ അതിൽ വരുമെന്നാണ് ഉദ്ദേശിച്ചത്. ജോലി തീരുന്ന സമയത്ത് എനിക്ക് ടൈമായി. ഞാൻ പേപ്പർ ഇട്ട് ഇറങ്ങാം, നിങ്ങൾ വരുന്നെങ്കിൽ വാന്ന് ഞാനാണ് ഇവരുടെ അടുത്ത് ആദ്യം പറഞ്ഞത്. ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഒരു 4 വർഷം വർക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ആദ്യമേ പ്ലാൻ ഉണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്. ഇത് നിർത്താം, റീൽ പരിപാടികൾ തുടങ്ങാം, ഞാൻ പേപ്പർ ഇട്ട് ഇറങ്ങുന്നെന്ന് ആദ്യം ഞാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ പിറ്റേ ദിവസം തന്നെ കൂടുതലും ഒരു പേപ്പർ. അങ്ങനെ ഇത് വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ ഇതൊക്കെ ഒരു വളരെ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ അല്ലേ? പ്രത്യേകിച്ച് നമ്മൾ കണ്ടന്റ് ഉണ്ടാക്കുക, അത് രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ ഇല്ല. അപ്പൊ അത് വീട്ടിൽ അവതരിപ്പിച്ചപ്പോൾ വീട്ടുകാരെന്താ പറഞ്ഞേ? ഞാൻ ചോദിച്ചതുകൊണ്ട് പറയുന്നതാണ്. എന്റെ വീട്ടിൽ ഇതുവരെ ഞാൻ പറഞ്ഞു ഒരു പരിപാടിക്ക് നോ എന്ന് പറഞ്ഞിട്ടില്ല. ഞാൻ നാളെ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നു, ഓ നീ ചെയ്യും. ഞാൻ നാളെ വീണ്ടും തിരിച്ച് ജോലി കയറാൻ പോകുന്നു, ഓ ചെയ്യും. എനിക്ക് അതായത് ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കും എന്നുള്ള അവരുടെ ഒരു വിശ്വാസമായിരിക്കും. ആ ഒരു ഫ്രീഡം എന്നും തന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷൻ ആണ് നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് എടുക്കുന്നതെന്നൊക്കെ നിങ്ങളൊക്കെ വീട്ടിൽ അവതരിപ്പിച്ചായിരുന്നു? അങ്ങനെ ക്ലിയർ ആയിട്ട് ചെയ്തില്ല, എന്നാലും നമ്മളെന്തോ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെന്ന് പയ്യെ മനസ്സിലാക്കി കൊടുക്കും. പെട്ടെന്ന് എടുത്ത് പറയേണ്ട കാര്യം, അത് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ എതിർപ്പെന്നല്ല, അവർക്ക് കണക്ഷൻ ആവില്ല. അവർ ആ ഒരു ജനറേഷൻ അല്ലേ, അതെ, ആ ഒരു ജനറേഷൻ ആയതുകൊണ്ട് നമ്മളത് അക്സെപ്റ്റ്, അവർക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് ടൈം എടുത്തു. എന്ന് പറഞ്ഞാൽ അത് എതിർപ്പില്ല. ഈ വാഴ 2 എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും സ്വപ്നത്തിലെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഒരിക്കലും ഇല്ല. ആണോ? കാര്യം വാഴ 2 എന്ന് പറയുന്നത് നമ്മൾ അത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ എങ്ങനെയും ഏതെങ്കിലും ഒക്കെ വഴി വരും. പക്ഷെ 4 പേര് ഒരുമിച്ച് അത് ഒരിക്കലും നമ്മൾ വിചാരിച്ചില്ല. രഹസ്യമായിട്ട് ആൾക്കാർ പറയുന്ന ഒരു കാരോട് ചോദിക്കട്ടെ, അതായത് നമ്മളെ അല്ല ഞാൻ ചോദിക്കാൻ പോവാ. അതായത് നമ്മള് ഈ ആദ്യ സിനിമകളിലൊക്കെ വരുമ്പോൾ റെമ്യൂണറേഷൻ വളരെ കുറവായിരിക്കും. ചിലപ്പോൾ നമുക്ക് റെമ്യൂണറേഷനേ തരാറില്ല, കാരണം നമുക്കൊരു അവസരം നൽകുകയാണല്ലോ സിനിമയിൽ. അങ്ങനെ ഒരു കഥ കേൾക്കാറുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായ സാലറി കിട്ടി ആണോ സിനിമയിൽ അഭിനയിച്ചത്? അതെങ്ങനെയാണെന്ന് അറിയാം. അതായത് നമ്മൾ സിനിമയും സമയവും സാഹചര്യമൊക്കെ നോക്കണം. ഇപ്പം ഈ സിനിമ എന്ന് പറയുന്ന പൈസക്ക് വേണ്ടി ചെയ്യുന്നതല്ല, ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. അപ്പൊ നല്ലൊരു ടീമോട്ട് വർക്ക് ചെയ്യുക, നല്ലൊരു സിനിമ ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും കണ്ടന്റുകളിൽ എവിടെയെങ്കിലും ഒക്കെ പാട്ടുകൾ കടന്നു വരാറുണ്ട്. ഈ പാട്ടൊക്കെ ആരാ എഴുതുന്നത്? ഈ പാട്ട് ഞങ്ങൾ എഴുതുന്ന പാട്ടുകളൊക്കെ ആണോ? അതെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആരാ എഴുതുന്നത്? അതൊക്കെ നമ്മൾ തന്നെ, അതൊക്കെ അങ്ങനെ ഇതിലാരാണ് ആ കവി ഉള്ളത്?
ദേവരാജ് തന്നെ അതെ അതെ കവിത കൊച്ചിലെ കവിതയൊക്കെ ടീച്ചറിനോട് മറ്റേ കൊച്ചിനെ പ്രപ്പോസ് പ്രൊപ്പോസ് ചെയ്ത കവിത എന്ന് പറഞ്ഞു പാട്ടുമായിട്ടൊരു ബന്ധമുണ്ട്. പാട്ടുമായിട്ട് ഭയങ്കര ബന്ധമാണ്. രണ്ടുപേര് ഞാൻ പാടാം. പാടണോ? എനിക്കറിയാം. കറക്റ്റ് ഒരു പുഷ്പം മാത്രമിൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ, ഒടുവിൽ നീ എത്തുമ്പോൾ ചോദിക്കുവാൻ. ഒരു ഗാനം മാത്രമിൻ, ഒരു ഗാനം മാത്രമിൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം, ഒടുവിൽ നീ എത്തുമ്പോൾ ചെവിയിൽ മൂളാൻ. അല്ല ഇങ്ങനെ പാട്ട് പാടി കഴിഞ്ഞാൽ ചിലപ്പോ പെങ്കൊച്ചു വളഞ്ഞെന്നിരിക്കും അല്ലേ അല്ലേ? നിങ്ങളുടെ ആർക്കാ പാട്ട് നന്നായി പാടാൻ അറിയുന്നത്? 2 ദിവസം കഴിഞ്ഞ് ചാനലിൽ പോയി പാടിയതുള്ളൂ. ചാനൽ ഞാൻ കേട്ട സ്റ്റാൻഡിൽ പോയി പാട്ട് പാടി. അലൻ അടിപൊളി ആണോ? അല്ല രണ്ടുപേരും പാടുന്നതാണ്. ഒരു മൂഡില് പാടുന്നില്ല ഇപ്പോഴും. ആ മൂഡിലൊന്ന് പാടിയേ. പിന്നെ പ്രിപ്പയർഡ് അല്ലാത്ത ദേവരാജിന് പാടാൻ പറ്റുമെങ്കിൽ പ്രിപ്പയർഡ് അല്ലാത്ത അലനും പാടാം. പാട്ട് പറഞ്ഞാ മറ്റേ നിന്റെ സ്ഥിരം സ്ഥിരം പാടുന്നതാ ഒരുപാട് പാടിയില്ല. അതല്ല അത് സാറേ അത് കുഴപ്പമില്ല. പാട് പാട്ട് മാത്രം കേട്ടാ മതിയല്ലേ? അത് പാട്ട് മതി. ഓക്കെ ഓക്കെ. ആ തേരിറങ്ങും മുകിലേ മഴത്തു. നമ്മളല്ല തിരിച്ചാ ഞാനിപ്പോ തിരിഞ്ഞിരുന്ന് പാടിയാലില്ലേ എനിക്കറിയാം ഇവിടെ എന്താണ് സംഭവിക്കുന്നത്. അതാ ഞാൻ തിരിച്ചോളെ. ഓക്കെ നമുക്കിത് വൈകിട്ട് സത്യമായിട്ടും നീ വൃത്തിയായി പാടുന്നത്. നീ എന്തിനാണോ അവരെ നോക്കുന്നത്? പാടണല്ലേ സത്യം. നീ ഇങ്ങനെ മച്ചു നീ കാണിക്കുമ്പോ മച്ചു നമ്മള് നിനക്ക് എതിരെ നിൽക്കുന്ന ലിറിക്സ് ഒന്ന് തപ്പിയെടുത്തോട്ടെ. ആ എങ്കിൽ ലിറിക്സ് എടുത്തു കഴിഞ്ഞ ശേഷം നെക്സ്റ്റിലേക്ക് പോവാ. എന്തൊക്കെ കാണണം. മച്ചുന് വരി അറിയാതെ മറ്റേ കാച്ചിട്ട് ഇല്ല അറിയാതെ മച്ചു വരി അറിയാതെ. Okay boys, okay let's sing the song. എല്ലാരും പൊറുക്കണം. ഈ എല്ലാരും പാട്ടിനോട് സംബന്ധമായിട്ട് എല്ലാവരും പൊറുക്കണം. കാര്യം അത്രയും ഭംഗിയായിട്ട് എനിക്ക് പാടാൻ കഴിയില്ലെന്ന് എനിക്കറിയാം. ഒന്നും മിണ്ടായിരുന്നു പാട്ട് പാടുന്നു പ്ലീസ്. പാട്ട് നമുക്ക് ക്യാമറ ഫേസ് ചെയ്യുന്ന പാട്ട് പാടാം. തേരിറങ്ങും മുകിലേ മഴത്തൂവലൊന്ന് തരുമോ, നോവലിഞ്ഞ മിഴിയിൽ ഒരു സ്നേഹനിദ്ര എഴുതാൻ, ഇരുൾ മൂടിയാലുമെൻ കണ്ണിൽ തെളിയുന്നു താരനിരകൾ. അതായത് നീ അടുത്ത വരി കൈയടിച്ച് നിർത്തിച്ചോ. താങ്ക് യു. പക്ഷെ അലനെ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത പാട്ട് പാടാൻ കാണിച്ച ഒരു മനസ്സില്ലേ, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യും. തെറ്റിപ്പോയതല്ല അവണ വരി നോക്കിയത്. എനിക്ക് കൺഫ്യൂഷൻ വരി തെറ്റിപ്പോന്നാണ് നോക്കിയെടുത്ത് നിർത്തുന്നില്ല. അങ്ങനെ ഏതായാലും വാഴ 2 ഏപ്രിലിലെ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരോടും ഒരുമിച്ച് പറയണോ? അതെങ്ങനെയാണ് പ്രിയ പ്രേക്ഷകരെ, ഞങ്ങളെ ഇത്രയും നാളും റീൽസ് കണ്ട് സപ്പോർട്ട് ചെയ്ത പ്രേക്ഷകര് ഏപ്രിൽ അറിയാത്തവരൊന്ന് പരിചയപ്പെടുത്തി പറഞ്ഞോളൂ. അതെ, ഞങ്ങളെ അറിയാത്ത പ്രേക്ഷകരും അറിയുന്ന പ്രേക്ഷകരും കൂടി എല്ലാവരും അറിയാൻ വേണ്ടി പറയാം. ഏപ്രിൽ 2 വാഴ 2 റിലീസാണ്. അപ്പോൾ ഇത്രയും നാളും നിങ്ങൾ ഉണ്ടായിരുന്ന സപ്പോർട്ട് ഈ പടത്തിലും തരണം. പിന്നെ ഞങ്ങളെ അറിയാത്ത വ്യക്തികൾ ഈ പടം കണ്ട് വിജയിപ്പിക്കണമെന്ന് പറയുകയാണ്. താങ്ക് യു. ഏപ്രിൽ 2 വാഴ 2. നിങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടം വരെ എത്തിയത്. തുടർന്ന് സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു എവരിവൺ. ചേച്ചി താങ്ക് യു. താങ്ക് യു. അല്ല എല്ലാരും ഫാമിലി ആയിട്ട് എല്ലാരും പോയി പടം കാണണം. താങ്ക് യു. ഏപ്രിൽ 2 വാഴ 2 തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. എല്ലാവരും തിയേറ്ററുകളിൽ പോയി സിനിമ കാണട്ടെ. സിനിമ വമ്പിച്ച വിജയമാകട്ടെ. മികച്ച സിനിമകളിലേക്ക് നിങ്ങൾക്കൊരു ഭാഗമാകാൻ സാധിക്കട്ടെ. വീണ്ടും അങ്ങനെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ എനിക്ക് ഭാഗ്യം ഉണ്ടാകട്ടെ. Krishna Leela,
Joy Alucas, world's favorite jeweler.